നമസ്കാരം. ശ്രീ പരമേശ്വരൻ്റെയും ശ്രീമതി അനിത പരമേശ്വരൻ്റെയും വീട് ഒരിക്കൽ കൂടി ഞങ്ങൾ കാണിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഈ വീട് ഷൂട്ട് ചെയ്യുന്ന ഉദ്ദേശത്തോടെ അല്ല ഇവിടെ വന്നത്. മിയാവാക്കി വനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മിയാവാക്കി വനത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. എന്നാൽ പെട്ടെന്ന് ഈ വീട് കണ്ടപ്പോൾ വളരെ ആകർഷകമായ ഒരു വസ്തുവായിട്ട് തോന്നി. അതുകൊണ്ട് അതുകൂടെ ഉൾപ്പെടുത്തി. ഫലത്തിൽ രണ്ടും വേണ്ട പോലെ കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഈ വീടിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് വളരെ അനുകരണീയമായ ഒരു മാതൃകയായതുകൊണ്ടും ആ വീടിനെക്കുറിച്ച് മാത്രമായിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. കഴിഞ്ഞ തവണ ഈ വീടിനെ കുറിച്ച് വീഡിയോ ചെയ്ത് ഇട്ടപ്പോൾ അന്ന് വീഡിയോ ചെയ്യാനായിട്ടല്ല, ഞാൻ വീടിനെ കുറിച്ച് വന്ന് കാടിനെ കുറിച്ചാണ്. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പരാതി, വിമർശനം എന്ന് വേണം പറയാൻ, പരാതി എന്ന് പറയാനൊക്കെ ഇല്ല ഒന്നും. അതായത് വീട് വേണ്ട രീതിയിൽ കണ്ടില്ല, വീടിനെ കുറിച്ച് കൂടുതൽ കാണാൻ താല്പര്യമുണ്ടെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ വന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ, കാരണം പലർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലൊരു വീട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരുണ്ട്, കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഒന്ന് പറയാം, ആരായിരുന്നു ഇതിൻ്റെ ഡിസൈൻ ചെയ്ത ആരായിരുന്നു? ഡിസൈൻ ചെയ്തത് ആർക്കിടെക്ട് RD പത്മകുമാർ, ഒരു CET പ്രോഡക്റ്റ് ആണ്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. ഇപ്പം ട്രിവാൻഡ്രത്തുണ്ട്. കോസ്ഫോർഡിന് വേണ്ടി അദ്ദേഹം വളരെ നാളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ലോറി ബേക്കർ ഇതാണ് ആ സിസ്റ്റമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത് വളർന്ന ഒരു മനുഷ്യനാണ്. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വീട് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു? അതോ എനിക്ക് ഇതുപോലുള്ള കേരളീയ ലോറി ബേക്കർ എന്നല്ല, കേരളത്തിലെ നമ്മുടെ ഒറിജിനൽ തനിമയുള്ള വീടുകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ കണ്ടാലും കയറി കാണുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്തും പത്മകുമാറും ജയഗോപാലും അവരൊക്കെ ഇതുമാതിരിയുള്ള വീടുകളിൽ വളരെ താല്പര്യമുണ്ട്. ഞങ്ങൾ ഡിസ്കഷനിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ടായിരുന്നു. ജയഗോപാൽ നമ്മുടെ കൊച്ചിയിലുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ലതാ രാമൻ ജയഗോപാൽ, അതെ അതെ, ആ ടീമാണ്. അന്നേരം പത്മകുമാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു വീട് വേണം, കേരളീയ ശൈലിയിൽ തന്നെ ഉള്ള ഒരു വീട് വേണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവൻ വന്നു. അന്നേരം ആദ്യം ചില കൺസെപ്റ്റുകളൊന്നും എനിക്കും അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ അവൻ എന്നെ കൺവിൻസ് ചെയ്തു. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഞാൻ പറയാം. ഇപ്പം ഫൗണ്ടേഷനിൽ തന്നെ തുടങ്ങാം. അതിനു മുമ്പ് അവൻ പറഞ്ഞ വേറൊരു കാര്യം, വീട് ഒന്ന് അതിൻ്റെ ഡിസൈൻ, ഒരു വീടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഡിസൈഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് അതിൻ്റെ ഡിസൈൻ, രണ്ട് മെറ്റീരിയൽസ്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഒരു വീടിൻ്റെ നല്ലതോ ചീത്തയോ എന്ന് പറയുന്ന ഡിസൈഡ് ചെയ്യുന്നത്. ഡിസൈൻ ഫാക്ടറിൽ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ പഴയ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പൊളിച്ച് എടുത്തതാണ്. അപ്പൊ നമുക്ക് പണി കുറവുണ്ട്. അതായത് കല്ലടിക്കുകയോ പൊട്ടിക്കുകയോ ഒന്നും വേണ്ട, അടുക്കിയാൽ മതി. പൊട്ടിക്കണ്ട. എനിക്ക് കിട്ടുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡായിരിക്കും. ഓക്കെ, മനസ്സിലായി. പിന്നെ എനിക്ക് ചീപ്പായിട്ട് കിട്ടും. പുതിയ കല്ല് പാറ പൊട്ടിച്ച് ഇവിടെ കൊണ്ട് തരേണ്ട കാര്യമില്ല, അടുത്തത് തന്നെ എനിക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, ഫൗണ്ടേഷനിൽ സിമെന്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഫൗണ്ടേഷൻ ഈ ആലപ്പുഴ പ്രദേശമായിട്ടും അല്ലെ, പഞ്ചസാര മണലുള്ള സ്ഥലമാണ്, വെള്ളം കയറുന്ന സ്ഥലമാണ്. അതെ, എന്നിട്ടും വെള്ളം കയറത്തില്ല. പക്ഷെ എന്നാലും വളരെ മണ്ണ്, കടലിന്റെ തീരത്തുള്ള മണ്ണുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. ഇത് ആദ്യം ഫൗണ്ടേഷൻ കെട്ടിയിട്ട് മണ്ണ് നിറച്ചിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കോമ്പാക്ട് ചെയ്തു. കോമ്പാക്ട് ചെയ്തിട്ട് വെളിയിലുള്ള ഭാഗം മാത്രം സിമെന്റ് കൊണ്ട് പോയിന്റ് ചെയ്തു. അത്രയാണ്. അത് ഞാൻ പറഞ്ഞിട്ടാണ്. അവൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പുള്ളിയുടെ കൺസെപ്റ്റ്. ഇവിടേക്കാണ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നത്. ഞാൻ പറഞ്ഞിട്ട് പുള്ളി അത് അവസാനം ചെയ്തു തന്നു. ഈ ടൈലും ഇവിടെ ലോക്കലായിട്ട് മേടിച്ചതാണ്. അതൊന്നും വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല. ഏതാണ്ട് 20 രൂപ 25 രൂപയ്ക്ക് ഒന്നും കിട്ടിയതാണ്. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പൊ 10-60 വർഷം കഴിഞ്ഞാൽ ഈ വീട് ഇനിയും പൊളിക്കും. അന്നേരവും ഈ കല്ലുകൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കാം, വീണ്ടും അടുത്ത ആൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് എത്ര പ്രാവശ്യം നമ്മൾ പൊളിച്ച് അല്ലെങ്കിൽ പാറ പൊട്ടിച്ചെടുക്കേണ്ട കല്ലുകൾ റീയൂസ് ചെയ്യുകയാണ്. സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണല്ലോ റീയൂസ് എന്ന് പറയുന്നത്. അതെ, ഓക്കെ. അത് കഴിഞ്ഞ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് വാർത്തിട്ടുണ്ട്. അതാണ് പുള്ളി സിമെന്റ് കൊണ്ട് ചെയ്തിട്ടുള്ള മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ബെൽറ്റ്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഭിത്തി വന്നു കഴിഞ്ഞാൽ എല്ലാം ക്ലേ ബ്രിക്സ് ആണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൈകൊണ്ടുണ്ടാക്കുന്ന ബ്രിക്സ് ഉണ്ടായിരുന്നു, ഇഷ്ടികകളുണ്ടായിരുന്നു. അത് പഴയ വീട് പൊളിച്ചതിൻ്റെ മേടിച്ചിട്ടുണ്ട്. വളരെ കിട്ടാതെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം കുറച്ച് ഇഷ്ടിക ലോക്കലായിട്ട് വാങ്ങി. അതല്ലാതെ എല്ലാം പഴയ വീടിന്റെ പൊളിച്ചിട്ടുള്ള
ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടികകളാണ്. അതൊന്ന് വൃത്തിയാക്കുമായിരുന്നു, അത് ചെമ്പിലിട്ട് കഴുകി. കെട്ടിയപ്പോ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടല്ലോ, കരിഞ്ഞ ഇഷ്ടിക ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഒരു ഡിസൈനും ഉണ്ടാക്കി. അതെല്ലാം പ്രത്യേകിച്ചുള്ള പണിക്കാരോട് അവർ പറഞ്ഞു ചെയ്യിക്കുന്നതാണ്. ഈ ഭിത്തി എന്ന് പറയുന്നത് റാറ്റ് ട്രാപ്പ് ബോണ്ടാണ് ഉപയോഗിക്കുന്നത്, പൊള്ളക്കെട്ട്. അന്നേരം ഇടയ്ക്ക് ഒരു എയർ ഗ്യാപ്പ് വരും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏകദേശം 25% ഇഷ്ടികയുടെ കുറവ് മതി. ചാന്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 70% ചാന്ത് കുറവ് മതി ഈ ബോണ്ടിന്. അത് മാത്രമല്ല, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വെളിയിൽ നിന്നുള്ള ചൂട് അകത്തേക്ക് കയറുന്നത് ഒരു എയർ കോൾ നിൽക്കുന്നതുകൊണ്ട് ഇൻസുലേഷനായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വെളിയിൽ നിന്നുള്ള ചൂട് റേഡിയേറ്റ് ചെയ്യുന്നത് വളരെ കുറയ്ക്കും. അത് മാത്രമോ ഈ ചെളി കൊണ്ടുണ്ടാക്കിയ ഇഷ്ടിക ആയതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൺട്രോൾ അകത്തെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ്. അതെ അതെ, ഇതൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാലോ ഫില്ലർ സ്ലാബ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫില്ലർ സ്ലാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സാധാരണ കോൺക്രീറ്റിങ്ങിനിടയ്ക്ക് 2 ഓട് വെച്ചിട്ട് അതിനിടയ്ക്ക് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. കമ്പിയും സിമെന്റും കുറച്ച് മതി. കമ്പിയും സിമെന്റും കുറച്ച് മതി. പിന്നെ ഇത് ചെയ്യുന്ന പണിക്കാര് സാധാരണ കോൺക്രീറ്റിങ്ങുമായിട്ട് വലിയ വ്യത്യാസമില്ല. എന്നിട്ട് അവർക്ക് പണി ഒന്ന് പഠിക്കാനും ചെയ്യാനുമായിട്ട് വളരെ ഈസി ആയിരിക്കും. ആളുകളെ കൊണ്ട് തന്നെ ആ രീതിയിൽ ചെയ്യിക്കാൻ പറ്റി. അല്ല, ഇതിന് വേറൊരു പ്രത്യേകത കണ്ടതേ, ലിൻഡൽ ഇല്ലല്ലോ, ലിൻഡൽ വാർത്തിട്ടില്ലല്ലോ. ലിൻഡലുണ്ട്. ഉണ്ടോ? അപ്പൊ അതിനിടയ്ക്ക് ഇഷ്ടിയിരിക്കുന്നു. അത് ഇതിനിടയ്ക്കാ വരുന്നത്. വീതി കുറച്ച് ചെയ്യിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ ഇഷ്ടിയുടെ പുറകിൽ ചെയ്യിച്ചിട്ടുണ്ട്. അത് വളരെ കുറച്ച് ചെയ്യിച്ചിട്ടുള്ളൂ. ഒരു വീടിന്റെ ഒരു പ്രധാന എക്സ്പെൻസ് എന്ന് വെച്ചാൽ തടിയാണ്. ഞാൻ ഈ വീട് വെച്ച ഉടനെ മുമ്പിലത്തെ 1-2 ഡോറും വിൻഡോ ഫ്രെയിംസും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എനിക്ക് പഴയ വീടുകളുടെ പൊളിച്ച ജനലും വാതിലുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. തടി എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വീട് വെക്കുന്നതിലെ. പണിക്കൂലി, തടിയുടെ കൂലി, വെട്ടുകൂലി, അത് പോളിഷ് ചെയ്തെടുക്കുക, അതൊക്കെ ഒരു വലിയ എക്സ്പെൻസ് ആണ്. ഞാൻ മേടിച്ച തടികൾ, ഉരുപ്പടികൾ എന്ന് വെച്ചാൽ ഒരു 60-70 വർഷം പഴക്കമുള്ള ഈ കാലാവസ്ഥയ്ക്ക് നിലനിന്നിട്ടുള്ള ഇതാണ്. അത് പിന്നെ അടുത്തൊരു 60 വർഷത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചീത്തയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എനിക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ അഴികളും വളരെ സിമ്പിൾ ആയിട്ടുള്ള അഴികളാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള പുറയിലുള്ള പഴയ അഴികളുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നതാണ്. ഇത് മെറ്റലാണ്. മറ്റേ തടി കൊണ്ട് തന്നെയുള്ള ഇതാണ്. അതുകൊണ്ട് ഒരു മരം വെട്ടാതെ ഇരിക്കും. ഈ പട്ടികയ്ക്ക് പകരം വളരെ ചെറിയ ഫ്രെയിംസ് ആണല്ലോ, അതായത് അതിലെ മെറ്റൽ വളരെ മിനിമം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രഡീഷണലി തടി ചെയ്യാം, അല്ലെങ്കിൽ മുള കൊണ്ട് ചെയ്യായിരുന്നു. തടി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വൻതോതിൽ തടി വേണം, വലുതായിട്ട് ആ കാര്യങ്ങളെല്ലാം ഇതൊക്കെ എടുത്തിരിക്കുകയാണ്. പിന്നെ ഈ തൂണുകളും വാങ്ങിച്ച തൂണാണ്. പിന്നെ ഒരു നടുമിറ്റമുണ്ട്. ഡിസൈൻ ആസ്പെക്റ്റിൽ പറയുന്നുണ്ട് എയർ സർക്കുലേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാറ്റും വെളിച്ചവും ഇവിടുത്തെ എല്ലാ റൂംസിനും എല്ലാ ജനലിനും ഓപ്പോസിറ്റ് സൈഡിലോ അതിനടുത്തോ വേറെ ഒരു ജനലുണ്ടാവും. ക്രോസ് വെന്റിലേഷൻ പുള്ളി വളരെ കൃത്യമായിട്ട് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. പിന്നെ ഒരു നടുമിറ്റമുണ്ട്. നടുമിറ്റം ഉണ്ടെന്ന് പറയുമ്പം എയർ സർക്കുലേഷൻ വളരെ നന്നായിട്ട് പോകും. ഈ നടുമുറ്റം എപ്പോഴും തുറന്നു തന്നെയാണോ കിടക്കുന്നത്? തുറന്നു തന്നെ കിടക്കുന്നത്. ഇല്ല, ഞാൻ തുറന്നിട്ടേക്കാണ്. മഴവെള്ളം അതിനകത്ത് വീഴും. അതുകൊണ്ട് വെളിച്ചവും അവിടെ എനിക്ക് സാധാരണ ലൈറ്റിങ്ങിന്റെ ഒന്നും വലിയ ആവശ്യം വരത്തില്ല. പകൽ സമയത്തെങ്ങും വലിയ ആവശ്യം വരത്തില്ല. അതുപോലെ അതിന്റെ കിച്ചണെ ഒരു വ്യത്യാസം കണ്ടല്ലോ. ആ കിച്ചണും ഡൈനിങ്ങുമായിട്ട് ഇടയ്ക്കൊരു അത് അവന്റെ ഒരു പുതിയ അവൻ പറയുന്നത് നിനക്കൊരു നല്ല വീട് വേണോ, നല്ല ഫാമിലി വേണോ, ഇത് ചെയ്യുക എന്ന് വെച്ചാൽ വീട്ടിലുള്ള ആളുകൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് ഒത്തൊരുമയായിട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് കിച്ചൺ എന്ന് പറയുന്ന ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ കിച്ചൺ ഇങ്ങനെ വേലി കെട്ടി മതിൽ കെട്ടി അതൊരു വേറെ ഒരു സെപ്പറേറ്റ് സാമ്രാജ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരും അതിനകത്തോട്ട് കയറുന്ന കുറവായിരിക്കും. ഇതാകുന്നുണ്ടെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്കും വെളിയിലിരിക്കുന്ന ലിവിങ് സ്പേസിൽ ഇരിക്കുന്ന ഒരാൾക്കും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെ, അത് മാത്രമല്ല, അത് ഒരു ഇടയ്ക്കൊരു ഭിത്തി ഇല്ലാതാവുമ്പോഴേ രണ്ടും ഒന്നായിട്ടാണല്ലോ. ഇപ്പൊ ഡൈനിങ് ഹോളും കിച്ചണും ഒന്നായിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ പുതിയ വീടുകളിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരം വീടുകളിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ഇതുപോലെ ഒരു 4-8 ഡിസൈൻ ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം കൂടെ ശരിയാക്കി എടുക്കുന്നത് ആദ്യമായിട്ട് കാണുക. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വരാന്ത. ശരിക്കും ഒരു ക്രിട്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും സ്പേസ് ഞാൻ ഉപയോഗമില്ലാതെ കളയുകയാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഈ വരാന്ത കൊണ്ട്. ഇതിപ്പോ ഒരു ലിവിംഗ് സ്പേസ് അല്ലേ? ലിവിംഗ് സ്പേസ് ഒന്നത്. 2, അകത്തെ ചൂട് കുറയ്ക്കാൻ എന്നെ സഹായിക്കും. ഭിത്തിയിലേക്ക് ഒരിക്കലും വെയിൽ വരുന്നില്ല. പിന്നെ ഇരുന്ന് സംസാരിക്കാം,
പിന്നെ നല്ല കാറ്റും ഇവിടെ ഈ വരാന്ത ഉള്ളതുകൊണ്ട് ഇതിന്റെ എയർ സർക്കുലേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയി എന്നാണ്. അതുപോലെ കേരളത്തിലെ കാലാവസ്ഥയിലെ ഇപ്പൊ ഈ ഭിത്തി പുറത്താണെങ്കിൽ വെള്ളം വീഴാനും പായൽ പിടിക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ വേറെ ഒരു കാര്യം, ഇവിടെ പെയിന്റിംഗ് ഇല്ല. എനിക്ക് വലുതായിട്ട് ആവശ്യം വരുന്നില്ല. ഒരു പെയിന്റിംഗ് ഒരു വീടിന് ഇതുപോലുള്ള ഒരു വീടിനെന്ന് പറഞ്ഞാൽ ഒരു 3-4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം അല്ല, ഇപ്പൊ 50 ലക്ഷം രൂപയുടെ വീടിന് 10 ലക്ഷം രൂപ പെയിന്റിംഗ് എത്തുകയും അത് റെക്കറന്റ് 25 വർഷത്തേക്കുള്ള പെയിന്റിംഗ് ആണെന്ന് പറയും. പക്ഷെ എല്ലാ 3 വർഷം പെയിന്റ് ചെയ്യേണ്ടി വരും. ഒന്ന് പെയിന്റിന്റെ കോസ്റ്റ്, 2 ലേബർ, പിന്നെ പെയിന്റ് ചെയ്യുന്ന സമയത്തെ പൊടി, അത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടാവുന്ന ശ്വാസ പ്രശ്നങ്ങള്, പെയിന്റിന്റെ മണം. അല്ല, ഇപ്പൊ പെയിന്റ് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയല്ലോ. പണ്ടെന്ന് വെച്ചപ്പോ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ മറ്റേ കുമ്മായം കലക്കി 2 ദിവസം കൊണ്ട് തീരുന്ന പണി ഇപ്പൊ 15-20 ദിവസം എടുത്തിട്ട് പോലും പല വീട്ടിലും തീരുന്നില്ല. അത് പുട്ടിയിടണം, പിന്നെ അതിന്റെ പുറമെ പോളിഷ് ചെയ്യണം, കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടല്ലോ. അത് മാത്രമല്ല ഹരി, പെയിന്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം കെമിക്കൽ ബേസ്ഡ് പെയിന്റ് ആണ്. ഇത് എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഫ്ലേക്സ് വരും, പൊടികൾ വരും. അത് നമ്മൾ കിടക്കുന്ന റൂമിലാണെങ്കിലും ഇരിക്കുന്നിടത്താണെങ്കിലും ആ ഫ്ലേക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കും. ഫൈൻ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. 2 നിലയാണോ അതോ ഒറ്റ നിലയാണ്? അത് എന്റെ മകളുടെ ഇൻസിസ്റ്റൻസ് ആയിരുന്നു, ഒരു നില മതി. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അവിടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ വിളിച്ച് താഴെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിലെ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവരൊക്കെ വെളിയിലാണ്. അന്നേരം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവരുമായിട്ടൊന്നും ഇടപെടാതെ മുകളിൽ പോയിരിക്കണ്ട, ഒരു പ്രൈവസി, എല്ലാവരുടെയും കൂടെ വന്ന് താഴെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു അവര് വീടൊരു പൊതുസ്ഥലമായിട്ട് ഉപയോഗിക്കാം. ആ ഒരു കൺസെപ്റ്റിലാണ് ഒരു നില മതി എന്നുള്ള. അല്ല, ഇപ്പൊ ഈ വരാന്തയിലൊരു 10-40 പേർക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാമല്ലോ. അത്ര സ്പേസ് ഉണ്ടല്ലോ. സ്പേസ് ഉണ്ട്. അതുപോലെ ജനല് തുറന്നിടാൻ പറ്റും, വെള്ളം വീഴില്ല. അതെ, നാട്ടിലായതുകൊണ്ട് മൊസ്കിറ്റോ മെഷീൻ വളരെ ആവശ്യമാണ്. മെഷീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. മൊസ്കിറ്റോ പ്രൂഫിങ് ആവശ്യമാണ്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മറ്റേ ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് കഴിഞ്ഞ തവണ ഞങ്ങൾ കണ്ടായിരുന്നു. 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 1 വാട്ടർ ഹാർവെസ്റ്റിംഗ്, 2 ഗ്രേ വാട്ടർ റീസൈക്ലിംഗ്. അപ്പം വാട്ടർ ഹാർവെസ്റ്റിംഗ് ഞാനൊരു വലിയൊരു രീതിയിലേക്ക് ഞാൻ അവസാനത്തെ നിമിഷത്തിൽ ഒരു ആഡ് ഓൺ ആയിരുന്നു. അത് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്കത് ചെയ്യാമായിരുന്നു. എനിക്കിപ്പോൾ ഒരു 5000 ലിറ്റേഴ്സ് എനിക്കത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ അതൊരു 1 വർഷത്തേക്കുള്ള വെള്ളം എനിക്കിവിടെ സ്റ്റോർ ചെയ്യാമായിരുന്നു. ഇതാണ് നമ്മുടെ ഗ്രേ വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം. ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഇത് ഗ്രേ വാട്ടർ എല്ലാം ഒരു പോയിന്റിൽ കൊണ്ടുവരിക. അത് ഇവിടേക്ക് വരുന്നു. ഇത് 3 സെറ്റിലിംഗ് ടാങ്ക്സ് ആണ്, 3 ഇടയ്ക്ക് ബാഫിൾ പ്ലേറ്റ്സ് ഉള്ള സെറ്റിലിംഗ് ടാങ്ക്സ്. ഇതിനകത്ത് വളരെ ചെറിയ ചിപ്സും ചാർക്കോളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഗ്രേ വാട്ടർ ആദ്യം എൻട്രി ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും താഴെ നിന്നായിരിക്കും. താഴെ നിന്ന് മുകളിലേക്ക് വന്നിട്ട് ഒരു ടാങ്കിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് അടുത്ത ടാങ്കിലേക്ക് പോയി അവിടെയും താഴെ നിന്നാണ് കൊടുക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് വന്ന് ഇങ്ങനെ 3 പ്രാവശ്യം ഫിൽട്ടർ ചെയ്തിട്ട് ആണ് ഈ ചേംബറിലേക്ക് വരുന്നത്. ഇതിനകത്ത് നടക്കുന്ന ഒരു അനറോബിക് ഡൈജഷൻ ആയിരിക്കും. സെഡിമെൻസും ബാക്കിയുള്ള ഓർഗാനിക് മാറ്ററും എല്ലാം ഇതിനകത്ത് നിന്ന് അങ്ങ് അഴുകിപ്പോവും, അതിന് വിഘടിപ്പിക്കും. എന്നിട്ട് ഈ ചേംബറിലേക്ക് വരുന്ന ഉടനെ ഇതിൻ്റെ താഴെക്കൂടെ ഈ വാട്ടറിൽ ഈ ഗ്രാവലിൻ്റെ താഴെക്കൂടെ ആയിരിക്കും വെള്ളം, ഈ ട്രീറ്റഡ് ഡൈജസ്റ്റഡ് വെള്ളം ഇങ്ങനെ പോകുന്നത്. അതിനകത്തു നിന്നുള്ള മെറ്റീരിയൽസ് എല്ലാം ഈ കുളവാഴ വലിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ടാങ്കിലേക്ക് പോകുന്നത്. ഈ വാട്ടർ സിസ്റ്റം ഒരു സെൻട്രലൈസ്ഡ് വാട്ടർ സിസ്റ്റം നമ്മൾ ടിപ്പിക്കലായിട്ട് സിറ്റികളിൽ കാണുന്ന പോലെ അല്ല. ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ ഇത്രയും വലിയ ക്വാണ്ടിറ്റി വെള്ളം ഗ്രേ വാട്ടർ ഇവിടുന്ന് ഒരു സെൻട്രലൈസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ട്രീറ്റ് ചെയ്ത് പിന്നെ അത് എവിടേക്കെങ്കിലും ഡിസ്പോസ് ചെയ്യണം. ഇപ്പോൾ ഓരോ വീടിനും ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ വെള്ളം ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാനായിട്ട് സഹായകമായിരിക്കും. അന്നേരം ഞാൻ പറയുന്നതാണെങ്കിൽ ഓരോ വീടിനും ഇതുപോലത്തെ ഡീസെൻട്രലൈസ്ഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കേരളം നമുക്കൊരു 3000 mm മഴ ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ 3 മീറ്റർ പൊക്കത്തിൽ വെള്ളം കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ എന്നാലും വേനൽക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാറുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ടാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒരു വീടിൻ്റെ മുകളിൽ കിട്ടുന്ന വെള്ളം മതി ഒരു വർഷത്തേക്ക് ആ വീട്ടിലുള്ള ആളുകൾക്ക് സുഭിക്ഷമായി ആ വർഷം
ഉപയോഗത്തിനായിട്ടുള്ള വെള്ളം ശേഖരിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാൻ. ഇവിടെ റൂഫിൽ നിന്ന് വരുന്ന ഈ വെള്ളം കളക്ട് ചെയ്യുന്ന വെള്ളം ഈ പൈപ്പുകൾ വഴി ഇതൊരു ഫിൽട്രേഷൻ സിസ്റ്റമാണ്, നാച്ചുറൽ ഫിൽട്രേഷനാണ്. ഇതിൽ 3 ലെയർ പല സൈസിലുള്ള ഫിൽറ്ററിങ് മെറ്റീരിയലുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഈ സ്റ്റോറേജിലേക്ക് വരുന്നു. ഇപ്പം എൻ്റെ ഇവിടുത്തെ ഇതനുസരിച്ച് ഒരു 5000 ലിറ്റർ വെള്ളം എനിക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടുള്ള വെള്ളം ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിനായിട്ട് ഈ പൈപ്പിൽ കൂടെ ഇവിടെ ഒരു ചെറിയ പിള്ളക്കിണർ കുത്തിയിട്ടുണ്ട്. അതിലേക്ക് വന്നിട്ട് കിണറിനെ അത് ഈ ഏരിയയ്ക്ക് അത് ഗ്രൗണ്ടിലേക്ക് റീചാർജ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആവറേജ് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ 3000 mm ആണ്. 3000 mm എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ 3 മീറ്റർ പൊക്കത്തിൽ വെള്ളം നിൽക്കത്തക്ക പോലെ മഴ നമുക്ക് കിട്ടുന്നുണ്ട്. 1 ഏക്കറിൽ 1.25 കോടി ലിറ്റർ വെള്ളം കിട്ടും. എന്നിട്ട് നമ്മൾ വേനൽക്കാലം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഇല്ല എന്നുള്ള ഒരു വേനൽക്കാലം ആവണ്ട, ഇപ്പൊ ഡിസംബറിൽ മഴ കഴിഞ്ഞാൽ ജനുവരി കഴിയുമ്പോൾ തന്നെ നമ്മൾ വെള്ളം എന്താ കാര്യം വരുന്ന വെള്ളമെല്ലാം നമ്മൾ കടലിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അത് താഴാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അല്ല, താങ്കൾ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന്റെ കൂടെ തന്നെ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള വെള്ളം ഒരു തുള്ളി പോലും വഴിയിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ താഴുകയാണ്. ഇവിടെ തന്നെ താഴണം എന്നുള്ള അതെല്ലാം പത്മകുമാറിന്റെയും ജയഗോപാലിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ആണ്. അത് ആ ഡിസ്കഷനിൽ വന്ന കാര്യങ്ങൾ. പിന്നെ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡും ആദ്യം തന്നെ ചെയ്തിരുന്നു, വീട് വെച്ചപ്പോൾ തന്നെ ചെയ്തിരുന്നു. അത് ഞാൻ 1-2 കാര്യങ്ങൾ നോക്കി, അത് ഫെയിലിയർ ആയപ്പോൾ അവസാനം ഈ ടെക്നിക്കിലേക്ക് മാറിയതാണ്. അതാരാണ്? ഇദ്ദേഹം തന്നെയാണോ ചെയ്തത്? നമ്മുടെ ഇൻസ്പിറേഷൻ ഇതിലെ ലത ആൻഡ് ജയഗോപാൽ ആണ് ചെയ്തത്. അവര് വലിയ ടീമാണ്. അവർ ഏകദേശം ഒരു 300 ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. സ്യൂവേജ് വീടുകളുടെ സൈഡിലൊരു അങ്ങനെ കുറെ വീടുകളെ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ആയിട്ട് ഒരു 2 കിലോമീറ്റർ സ്ട്രെച്ച് വീടുകളിലേക്കുള്ള ഗ്രേ വാട്ടർ റീസൈക്കിൾ ചെയ്ത് അവർ കാലിലേക്ക് വിട്ടു. പിന്നെ അത് ഗവൺമെന്റ് ഫർദർ അത് പ്രോഗ്രസ് ചെയ്തില്ല. പക്ഷെ അതൊരു പോസിബിൾ ആണെന്നുള്ള അവർ പ്രൂവ് ചെയ്യും. നമ്മൾ ഈ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡിൽ എന്തൊക്കെ വെച്ചിരിക്കുന്ന ചെടികൾ? കാനവാഴയാണോ? കാനവാഴ വെച്ചിരിക്കുന്നത്. കാനവാഴ തന്നെ. അതെ 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 അത് കാനവാഴയുണ്ട്. ഇത് ബേസിക്കലി അതൊരു 2 മോഡ്യൂൾസ് ആണ്. ഒന്ന് അനറോബിക് ഡൈജഷൻ ചേംബറും മറ്റേത് എറോബിക് ഡൈജഷനും. എനിക്കത് അറിയാമായിരിക്കുമല്ലോ. അല്ല, പറഞ്ഞോളൂ, കാരണം മറ്റുള്ള കേൾക്കുന്നവർക്കായിട്ട് ഇവൻ വീട്ടിലെ വായു ഓക്സിജൻ കൊടുത്ത് വീട്ടിലെ വെള്ളമെല്ലാം കൂടെ ഒരു പോയിന്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഡിസൈൻ സ്റ്റേജിൽ ചെയ്യേണ്ടതാണ്. എല്ലാം ഡ്രെയിനേജും എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക, അത് ഡിസൈൻ സ്റ്റേജിൽ അവൻ എൻഷുർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു 3 സ്റ്റേജ് ഫിൽറ്റർ കൂടാണ് കടത്തിവിടുന്നത്. ഈ ഗ്രേ വാട്ടർ കൊണ്ടുവന്നിട്ട് 3 ബാഫിൾ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് 3 ബാഫിൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഏറ്റവും താഴെ നിന്നാണ് ഗ്രേ വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് അടുത്ത ടാങ്കിലേക്ക് പോകുന്നു, അവിടെയും താഴേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ടാങ്കിലേക്ക് പോകുന്നു. എന്നിട്ട് ഈ ഓരോ ഫിൽറ്റേഴ്സിൻ്റെയും താഴെ അനറോബിക് ബാക്ടീരിയാസ് തന്നെ ജനറേറ്റ് ചെയ്യും. അത് ഈ വരുന്ന സ്ലഡ്ജസിനെയും ബാക്കിയുള്ള ഈ സെഡിമെന്റ്സ് ഒക്കെ വരുമല്ലോ, അതിനെല്ലാം അങ്ങ് ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് അടുത്ത ഗ്രാവൽ ഫിൽറ്ററിലേക്ക് പോകുന്നത്. അവിടെ എയറോബിക് ഇതാ പോകുന്നത്. അവിടെ വെള്ളം, ഈ ട്രീറ്റഡ് വെള്ളം ഒഴുകുന്നത് ആ ഗ്രാവലിന്റെ താഴെ കൂടെ ഒഴുകുന്നത്. അന്നേരം ഈ കാനവാഴയുടെ ഒക്കെ താഴെ വേറെ എയറോബിക് ബാക്ടീരിയാസ് ഉണ്ട്. അത് ഇതിനകത്തെ കുറെ ന്യൂട്രിയൻസും ആവശ്യമുള്ള കെമിക്കൽസും ഒക്കെ വലിച്ചെടുക്കും. അത് കഴിഞ്ഞ് ഒരു വെളിയിലേക്ക് വരുന്നു. വെള്ളിക്ക് വരുന്ന വെള്ളം ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അതിന് അത്ര ക്ലിയർ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കില്ല, പക്ഷെ ഗാർഡനിങ്ങിനും പറ്റും. പക്ഷെ എനിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് ഫർദർ എനിക്ക് ഒരു ട്രീറ്റ്മെന്റോടെ ചെയ്യണമായിരുന്നു. അതിന്റെ ആവശ്യമില്ലാഞ്ഞുകൊണ്ട് ഞാനത് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും ചെയ്യാം. ഇത്രയും വെള്ളം വീഴുന്ന സ്ഥലത്ത് അതിന്റെ ഒരു ആവശ്യമില്ല. ഇവിടെ തന്നെ എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തതിന് ശേഷം എന്റെ വാട്ടർ ലെവൽ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. കഴിഞ്ഞ അത്രയും സമ്മറിന്റെ അത്രയും സിവിയർ അല്ലായിരുന്നു ഈ സമ്മറിന്റെ വാട്ടർ കണ്ടീഷൻ. ഒരിടത്ത് വന്നു കഴിഞ്ഞിട്ട് അത് ഓവർഫ്ലോ 5000 ലിറ്റേഴ്സിൽ ആ ടാങ്കിൽ, സ്റ്റോറേജ് ടാങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്നുണ്ടേ കിണറിനടുത്ത് വേറെ ഒരു പിള്ളക്കിണർ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് കൊടുക്കുന്നത്. അത് റീചാർജ് ചെയ്യുകയാണ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുകയാണ്. അപ്പോൾ സബ് സർഫസ് എവിടെയെങ്കിലും അക്വിഫറിൽ പോയി അത് ചെയ്യുന്നുണ്ട്. അത് ഓരോ പീരീഡ് ഓഫ് ടൈം. അരികേട്ട് കാണുമല്ലോ ഇൻഫോസിസ് ക്യാമ്പസ് മൈസൂരിലെ അവരെങ്ങനെ അത് കൺവേർട്ട് ചെയ്തു എന്നുള്ളത്. അല്ല, ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പോൾ രാജസ്ഥാനിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്. അങ്ങനെ 500 ഏക്കർ ഒരു കൃഷിയിടം
മുഴുവൻ മഴയില്ലാത്ത സ്ഥലത്ത് പുള്ളി ഒരു പ്രത്യേക രീതിയിൽ മണ്ണ് നിർത്തി വെള്ളം മുഴുവൻ നിർത്തി അങ്ങനെ ചെയ്തിരുന്നു. അതുപോലെ ആഫ്രിക്ക ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് പോസിബിൾ ആണ്. ഇത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യാവുന്നതാണ്, കാരണം ഇത്രയും വെള്ളമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വെള്ളം ഉണ്ടായിട്ടും ഡെസേർട്ട് ഉണ്ടാക്കാനും രണ്ട് ഗുണങ്ങളല്ല. ഒന്ന് വെള്ളം ശേഖരിക്കുന്നുള്ള മാത്രമല്ല, നമ്മൾ അത്രയും പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽസ് ഏറ്റവും കൂടുതൽ വരുന്നത് വെള്ളം ആണ്. ഇപ്പൊ കേരളത്തിൽ വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതാണ്. അതൊന്നും പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യോ പ്രോസസിങ്ങോ ഒന്നും നടക്കുന്നില്ല. വഴിയിൽ ഗവൺമെന്റ് പഞ്ചായത്ത് ലെവലിൽ ചെയ്യുന്നു. കുറച്ചുകൂടെ അത് കളക്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്. ഇത് എടുത്തിട്ട് മറ്റേ നമ്മുടെ ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഈ ലഗേജ് ഒക്കെ സ്ട്രാപ്പ് ചെയ്യും, ആ സ്ട്രാപ്പായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വൻതോതിൽ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ അല്ല ഇത്. ആളുകൾ വഴിയിൽ വലിച്ചെറിഞ്ഞ് ഓടെ വലിച്ചെറിയും ആറ്റി വലിച്ചെറിയും ഒക്കെ ചെയ്യുന്നുണ്ട്. എവിടെ ചെന്നാലും ഇപ്പൊ ഈ കുപ്പിയെ കാണാനുള്ളത് ഉണ്ട്. അപ്പൊ ആ തരത്തില് നമുക്ക് കുപ്പി എത്ര ഒഴിവാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ കൂട്ടത്തിലാണ് ഈ മിയാവാക്കിയും വെച്ചത്. ഇപ്പൊ പക്ഷിയുടെ ബഹളം കേൾക്കുന്നത്. അതെ. ഇപ്പൊ നമ്മൾ ഇതൊന്നും അത്ര നോട്ടീസ് ചെയ്യത്തില്ല. ഇപ്പൊ രാവിലെ മോളെ വിളിക്കുന്നുടനെ അവളുടെ മകൻ പറയും എന്താ ശബ്ദം കേൾക്കുന്നത്, ഏത് കിളിയാത്, അവര് നോട്ടീസ് ചെയ്യും. ഇപ്പൊ ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 7 വർഷമായി. ഇവിടെ സോളാർ എനർജി മാത്രം പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ചുറ്റും ഇത്ര മരങ്ങൾ ഉള്ളതുകൊണ്ട് വയബിൾ അല്ല എന്നാണ് ഒരു ടീം പറഞ്ഞത്. പക്ഷെ ബൈബിൾ ആണെന്ന് തോന്നുന്നു. വേറെ ആരോടൊന്നും കൂടെ ഒന്ന് ചോദിക്കണം. അതൊരു കാരണം എനിക്ക് മരങ്ങളുള്ള ഏറിയാണ്. ഞാൻ 3 കിലോവാട്ട് ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ വീടിന് ആവശ്യമുള്ള മൊത്തം അവിടെ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ പാനൽ ഇപ്പൊ കോസ്റ്റും ഭയങ്കരമായിട്ട് കുറവാണല്ലോ. അതെ. പിന്നെ ഇൻസിഡന്റലി ഈ വാട്ടർ റീസൈക്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തില് ഡിവാട്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. CDD സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഇതുപോലെ പല റീസൈക്ലിംഗ് മെത്തേഡ്സ് നമുക്ക് കാണാം. അന്നേരം അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത് ചെയ്തെടുക്കാം. അവർക്ക് അവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഇപ്പൊ ഇതിലെ ഓടും ഇഷ്ടിക എല്ലാം പഴയ റീയൂസ് ചെയ്ത് വാങ്ങിച്ചാണ്. നമ്മുടെ ഒരു വലിയ പരാതി പലരും പറയുന്നത് ഈ ബേക്കർ വീടുകളിൽ അല്ലെങ്കിൽ ഇത്തരം വീടുകളിൽ ഈ കണ്ടമാനം ഈ ഡസ്റ്റ് ഈ ഇഷ്ടികയുടെ പൊടി വീഴുന്നു എന്നൊരു പരാതി പറയാറുണ്ട്. അങ്ങനെ പൊടി വീണപ്പോൾ ഇഷ്ടിക തീരേണ്ട സമയം കഴിഞ്ഞു. എനിക്കും ആദ്യം എനിക്ക് ബാക്കിയുള്ളവർ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ എൻ്റെ ലിവിംഗ് റൂമും കിച്ചൺ ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയകളിലൊന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു 6-7 മാസം എനിക്കത് ഡസ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിന്നു. ഇപ്പൊ അതില്ല. അല്ല, അതുകൂടെയാണ് പ്രധാനമായിട്ട് ഇഷ്ടിക വീടുകളെ കുറിച്ച് പറയുന്ന ഒരു പരാതി. അതാണ് ഇപ്പൊ ആ പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. അതുകൊണ്ടാണ് ഈ എന്റെ ചില ബെഡ്റൂംസ് ഞാൻ പ്ലാസ്റ്റർ ചെയ്യിച്ചിരുന്നു. ആദ്യം ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന്. ഇഷ്ടിക 10,000 വർഷം കഴിഞ്ഞാലും അങ്ങനെ പൊടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് തീരണ്ടേ? അങ്ങനെ തീരുന്നില്ല. അത് വലിയൊരു കാര്യമുള്ള ക്രിട്ടിസായിട്ട് തോന്നുന്നില്ല. മൊത്തത്തിൽ വീട്ടിലെ താമസത്തിൽ വളരെ ഹാപ്പിയാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ എത്ര ഏരിയയാണ് ഈ വീട്? 1550 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. എത്ര റൂമാണ് നമുക്ക് വരുന്നത്? 3 ബെഡ്റൂം, കിച്ചൺ, ലിവിംഗ് സ്പേസ്, ഒരു നടുമുറ്റം, വരാന്ത എല്ലാം കൂടെ ചേർത്തിട്ട്. കോസ്റ്റ് എത്രയായി ഓർമ്മയുണ്ടോ? ഒരു 20 ലക്ഷം രൂപയായി എനിക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തതിന്. ബാക്കി 20 ലക്ഷം രൂപ കൊണ്ട് ഇലക്ട്രിഫിക്കേഷനും പിന്നെ ഇൻക്ലൂഡിംഗ് ഫ്രിഡ്ജ് എക്യുപ്മെന്റും എല്ലാം കൂടെ എനിക്ക് മേടിക്കാൻ പറ്റി. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എല്ലാം അടക്കം 40 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വീട് അത് സാധാരണ വീടിന്റെ കോസ്റ്റ് കൂട്ടാറില്ല. അല്ല, ഞാൻ പറഞ്ഞു അത്ര ക്രിട്ടിക്കലായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ 40 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വീട് കിട്ടി, ഇൻക്ലൂഡിംഗ് ഈ വഴി ഇവിടെ നോക്കുക, ഗ്രൗണ്ടിന്റെ സൈഡിലുള്ള ഈ നെറ്റിംഗ് വരാതിരിക്കാൻ എല്ലാം കൂടെ ചേർത്തിട്ട്. ഇത് മൊത്തം ചെലവാക്കി ഈ കോമ്പൗണ്ടിൽ മൊത്തം ചെലവാക്കിയാണ് പ്രോജക്ട് കോസ്റ്റ് ആണ്. അത് എത്ര വർഷം മുമ്പായിരുന്നു? 2017. അതായത് 8 വർഷം. ഒരു 7 മാസം കൊണ്ട് എനിക്ക് കോസ്ഫോർഡ് എനിക്ക് വീട് കംപ്ലീറ്റ് ചെയ്ത് തന്നു. 7 മാസം എടുത്തുള്ളൂ പണി. 7 മാസം കൊണ്ട് അവര് പറഞ്ഞു നല്ല ഫാസ്റ്റ് ആയിട്ട് പോയി എന്നാണ്. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, എബ്രാഹിമിനെ പോലുള്ള ആളുകൾ. അവരുടെയൊക്കെ പ്രോജക്റ്റിനെ മേടിച്ച് അവർക്ക് കോൺടാക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മെറ്റീരിയൽ ഈ തപ്പി നടക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. അല്ല, തപ്പി നടക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയ സമയം എടുക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന കുറെ സംശയങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇതില് റിവീൽ ചെയ്ത്. അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വിളിച്ച് തീർച്ചയായിട്ടും നമ്പർ ഉണ്ടല്ലോ ഹരിയുടെ.